പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഓഗസ്റ്റ് 28 വെള്ളിയാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയെ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത ഇന്നത്തെ യാത്രകളെ അങ്ങയുടെ മക്കള് കൊതിയോടുകൂടി ഈ പ്രാർത്ഥന പങ്കെടുക്കുന്ന മക്കളുണ്ട്. ഈ പ്രാർത്ഥന കൂടിയിട്ട് എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം സമർപ്പിക്കുന്നുണ്ട്. പലരുടെ കയ്യിലും പല രേഖകളും പേനയും ഡോക്യുമെൻറ്റും പരീക്ഷയും പാസ്പോർട്ടും വിസയും വിമാന ടിക്കറ്റും കർത്താവെ കുറേ സർട്ടിഫിക്കറ്റുകളായിട്ട് ആൾക്കാർ മുട്ടനിൽക്കുന്ന അവരെ അതെല്ലാം രേഖകളെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. എൻ്റെ ദൈവവേദനെ, നീ ആരെ ഇന്ന് കാണാൻ പോകുന്നു, ആരോട് സംസാരിക്കാൻ പോകുന്നതോ, ഏത് തുറക്കാത്ത വാതിലും കർത്താവിൻ്റെ നാമത്തിൽ നിനക്ക് വേണ്ടി പരിശുദ്ധയുടെ മധ്യസ്ഥത തുറന്ന് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ്, മുടി കൊഴിഞ്ഞു പോകുന്നവരുണ്ട്, വട്ടത്തിൽ മുടി കൊഴിഞ്ഞു പോകുന്നവരെ കാണിക്കുന്നുണ്ട്. അവരെല്ലാം കർത്താവ് സ്പർശിക്കണം. അവരിത് മാത്രം മാനസിക സംഘർഷം അനുഭവിക്കുന്നു. ക്യാൻസർ 4th സ്റ്റേജ് അനുഭവത്തിലുണ്ട്, കരളുവേദനക്കാരുണ്ട്.
ഉദരവേദനക്കാരുണ്ട്, കണ്ണിന് കാഴ്ച മങ്ങുന്നവരുണ്ട്, മൂക്കിൽ ദശ വളരുന്നവരുണ്ട്, PCOD രോഗികളും പിസ്തുല രോഗികളും അർസസ് രോഗികളും നടുവിന് വേദനയുള്ളവരും ഈശോയെ ഇടുപ്പലിന് വേദനയുള്ളവരുണ്ട്. അവരെ എല്ലാം നിൻ്റെ തിരുമുറുവാർന്ന വലതുകരത്താൽ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക തകർച്ചയുള്ളവരും ഓരോരോ ഇൻ്റർവ്യൂവിനും ടെസ്റ്റിനും വേണ്ടി പോകുന്നവരും അതിനെക്കുറിച്ച് പേടിയുള്ളവരും ട്രാൻസ്ഫർ കിട്ടിയവരും പോകാതിരിക്കാൻ നിവൃത്തിയില്ലാത്തവരും പോകേണ്ടി വരുന്നവരും അവർക്കും ഒരു കർത്താവ് സെറ്റിൽമെൻറ്റ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന മക്കളില്ലാത്തവർ, വിവാഹം താമസിക്കുന്നവർ, കുടുംബസമാധാനം ഇല്ലാത്തവർ, ഭാര്യാഭർത്താക്കന്മാർ അകന്ന് താമസിക്കുന്നവർ, മക്കൾ ദുർനടപ്പിലായിപ്പോയവർ, തെറ്റായ വഴികളിൽ പെട്ടുപോയവർ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ദൈവശക്തിയാൽ ഇന്നത്തെ ദിവസത്തെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സാക്ഷ്യം വഹിക്കുന്ന ജീവിതം, അതായത് മറ്റുള്ളവർക്ക് സാക്ഷിയായി ജീവിക്കുക. 5:16 അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അപ്പൊ ഈശോ പറയണത് വിളക്ക് കൊളുത്തിയിട്ടേ ആരും കൊണ്ട് പറയാനടി വെക്കരുത്, ഉറവിട്ട് മൂടെടുത്ത് അത് പീഠത്തുമേ വെക്കണം, എല്ലാവർക്കും വെളിച്ചം കാണണം. അപ്പം നിങ്ങൾ നന്മ പ്രവർത്തി വന്നാൽ എല്ലാവർക്കും കാണണം. അത് എന്തിനാ കാര്യം? അതൊരു സാക്ഷ്യമാണ്. അപ്പം സാക്ഷ്യങ്ങൾ എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ മറ്റുള്ളവർ വിശ്വാസം ജനിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്, മറ്റുള്ളവർക്ക് ദൈവത്തെക്കുറിച്ച് ഓർക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പം സാക്ഷ്യമായിട്ട് ഇപ്പം ചിലർ നിങ്ങളോട് പറയത്തില്ലേ, നിങ്ങൾ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താണ്? സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം 2 കാര്യങ്ങളാണ് എൻ്റെ അടുത്തുള്ളത്. ഒന്ന്, ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരെ ബഹുമാനിച്ച് സംസാരിക്കും, ആരാധനയോടെ സംസാരിക്കും, ദൈവത്തെ അറിയാത്തത് അറിഞ്ഞവർ ആഴപ്പെടും, അല്ലേ? അപ്പോൾ സാക്ഷ്യം എന്ന് പറയണത് അഹങ്കാരികൾ മാത്രമേ സാക്ഷ്യം പറയാതിരിക്കത്തുള്ളൂ, വേറെ എല്ലാവരും പറയും. അതുകൊണ്ടാണ് യാക്കോബ് പറയണത് ദൈവം എളിമയുള്ളവർക്ക് കൃപ നൽകുമെന്ന് പറയും. അതുകൊണ്ട് അമ്മ പറയണത് അഹങ്കാരികളെ ചിതറിക്കും എന്ന് പറയും. അപ്പം സാക്ഷ്യം പറയാതിരിക്കുന്ന എന്നായാലും പണി കിട്ടുമെന്ന് അവർ ഉറപ്പാണ്. അവർ പറയുന്നതിൻ്റെ പിന്നിൽ എല്ലാ അഹങ്കാരമാണ്, മറ്റുള്ളവർ അറിയുമല്ലോ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം അവർ സ്വയം ആർജിച്ച് നടക്കുന്നവരാണ്. ദൈവത്തെ അംഗീകരിക്കേണ്ടത് പോരായ്മയെ കരുതുന്നവരാണ്. അധമവികാരം ഏൽപ്പിക്കപ്പെടുകയും ചെയ്യും, കിട്ടിയ കൃപ പോവുകയും ചെയ്യും. അപ്പോൾ സാക്ഷ്യം വഹിക്കുക എന്നുള്ളത് വാഗ്ദാനപീഠത്തെ സമീപിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ യോഗ്യതയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം.